തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവാണെന്ന് RTO പറയുന്നു. ഡ്രൈവിംഗ് പരിശീലനത്തിനിടെയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. ഹൈ സ്പീഡിൽ വന്ന് സഡനായിട്ട് ബ്രേക്ക് അടിക്കാൻ പകരം ആക്സിലേറ്റർ അടിച്ചിട്ടാണ് ഇത് വണ്ടി ഫുട്പാത്തിലൂടെ കയറിയത്. അവിടെ നിൽക്കുന്ന 2 ഓട്ടോ ഡ്രൈവർമാരും 2 ഈ ജനറൽ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻറ്റുമാരുമാണ് വിക്ടിംസ്. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബിൾ പെഡൽ വേണം, അങ്ങനെയൊന്നുമില്ല, നോർമൽ കാറാണത്. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ആദ്യം അറിയേണ്ടത് ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ ഈ പരിചയക്കുറവെന്നല്ല, ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ എന്തൊരു ധൈര്യത്തിൽ റോഡിലേക്ക് വണ്ടിയുമായി ഇറങ്ങിയതാണ്, അതാണ് ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തവുമാണ്. എന്താണ് ഉണ്ടായത് അവിടെ? പ്രജിൻ, ആദ്യം ചോദിച്ച ചോദ്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇവർ 4 പേരും ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്ററിലാണ്. അതായത് ഈ ആഞ്ജനേയൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആഞ്ജനേയൻ എന്ന് പറയുന്ന സുഹൃത്തും ഒപ്പം ഈ ഓട്ടോ ഡ്രൈവറിൽ ഒരാളും, ഷാഫി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറും അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നു. മറ്റ് 2 പേരുടെ നില, അതായത് ശ്രീപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ഒപ്പം മറ്റൊരു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെയും നിലയും ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഈ ഷെവർലെറ്റ് കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയത്, ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറിയത്. 5 പേർക്ക് പരിക്കേറ്റിരുന്നു. 4 പേരുടെയും നില ഗുരുതരമാണ്. ഒരാൾക്ക് സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത്. സ്ഥലം സന്ദർശിച്ച CH നാഗരാജ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് ഈ വാഹനത്തിന് എഞ്ചിനോ മറ്റ് തകരാറുള്ളതായി തോന്നുന്നില്ല, പരിശോധനയിൽ തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു പരിശീലനം നടത്തിയതാണ് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് വിഷ്ണുനാഥ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അമ്മാവൻ വിജയനും വാഹനത്തിലുണ്ടായിരുന്നു. ഈ വിഷ്ണുവിന് വാഹന പരിശീലനം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് ഈ ആശുപത്രിയുടെ അവിടെ എത്തുമ്പോഴേക്കും പതുക്കെ പോകാൻ പറഞ്ഞു, ബ്രേക്ക് ചവിട്ടി. പക്ഷേ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് ആക്സിലേറ്ററിൽ ആയിപ്പോയി എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായത് എന്നുള്ളതാണ് നാഗരാജു പറഞ്ഞത്. ഈ സ്ഥലം പരിശോധിച്ച RTO ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് വലിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഈ കമ്പിവേലിയൊക്കെ ഇടിച്ച് തകർത്ത് ഈ കാർ ഉള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഏകദേശം 25 മീറ്ററോളം കാർ ഈ ഓട്ടോ സ്റ്റാൻഡിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വെച്ചാണ് ഈ മുന്നോട്ട് ചെന്നാണ് കാൽനട യാത്രക്കാരിയായിട്ടുള്ള ഈ പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്നവരെ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ശരി, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.